കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അത്യാധുനിക നിലവാരത്തിലുള്ള എക്സ്റേ മെഷീൻ. ആശുപത്രിയിൽ എക്സ്റേ മെഷീൻ എത്തി 2 മാസം കഴിഞ്ഞിട്ടും അത് പ്രവർത്തന സജ്ജമാകാതെ ആശുപത്രിയുടെ ഒരു മൂലയ്ക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ്. ജനം എക്സ്ക്ലൂസീവ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിനുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ അവഗണന തുടരുന്നു എന്നതിന് ഏറ്റവും ഒടുവിലത്തെ നിർസാക്ഷ്യം തന്നെയാവുകയല്ലേ ഈ അത്യാധുനിക ഉപകരണങ്ങൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന സാഹചര്യം? ഒപ്പം ഈ രോഗികൾ മതിയായ ചികിത്സ കിട്ടാതെ, ആധുനിക സൗകര്യങ്ങളോടെയുള്ള ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴാണ്, വലിയുമ്പോഴാണ് ഈ അനാസ്ഥ കൂടുതൽ പ്രകടമാകുന്നതും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന പോലെ നമ്പർ 1 കേരളത്തിൽ നമ്പർ 1 സംവിധാനങ്ങളാണ് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഒരുക്കുന്നതെന്നാണ് നാഴികയ്ക്ക് 40 വട്ടം ഈ ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രി ഈ കാഴ്ചകൾ കൂടി ഒന്ന് കാണേണ്ടതാണ്. കാരണം 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ അത്യാധുനിക നിലവാരത്തിലുള്ള എക്സ്റേ മെഷീൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അത് പക്ഷേ അവിടെ കൃത്യമായി സജ്ജീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇതുവരെയും ഒരുക്കിയില്ല എന്നുള്ള ഏറ്റവും വലിയ ഗൗരവകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ആദ്യമായി അധികൃതർ നൽകുന്ന മറുപടി. കാരണം നമുക്കറിയാം, അത്യാഹിത വിഭാഗമാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചതാണ്. കേന്ദ്ര ഫണ്ട് അടക്കം ഉപയോഗിച്ച് അത്യാധുനിക നിലവാരത്തിലേക്ക് നിർമ്മിച്ച ആ ബ്ലോക്കിൽ എക്സ്റേ സംവിധാനങ്ങളുടെ അഭാവം വലിയ പ്രശ്നമുണ്ടാകുന്നു. ആകെയുള്ള ഒരു എക്സ്റേ മെഷീൻ പല തവണ പണിമുടക്കുന്നു, മാസത്തിൽ ഒന്നെങ്കിലും പണിമുടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. ഈ പുതിയ ബ്ലോക്കിലേക്ക് എക്സ്റേ മെഷീൻ തുടങ്ങിയതിന് ശേഷം 10 തവണയിലധികമാണ് അത് പണിമുടക്കിയിരിക്കുന്നത്. ഇത് രോഗികളെ സംബന്ധിച്ചോളം അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന അപകടവും മറ്റു കാര്യങ്ങളുമായി അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന രോഗികൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നേരം നിന്നാൽ മാത്രമാണ് ഈ ഒരു എക്സ്റേ എടുക്കാൻ പറ്റുക. ഇങ്ങനെയൊരു സംവിധാനം ആശുപത്രിയിൽ നിലനിൽക്കുകയാണ്. ഇത് ആശുപത്രി അധികൃതർ കൂടി സമ്മതിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ രോഗികളായി എത്തുന്ന ആളുകൾക്കും ഇത് വലിയ പ്രഹരമാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഈ ലിഫ്റ്റ് ലോബിക്ക് സമീപം ഇങ്ങനെ ഒരു പൊതിയിൽ ഈ ഒരു എക്സ്റേ മെഷീൻ കിടക്കുന്നത്. അത്യാധുനിക നിലവാരത്തിലുള്ള എക്സ്റേ മെഷീനാണ്. രോഗികൾക്ക് ഏറെ പ്രയോജനം കിട്ടേണ്ട ഒരു കാര്യമാണ്. ഈ അത്യാധുനികമായ എക്സ്റേ മെഷീനുകൾ ഇങ്ങനെ അനാഥമായി കിടക്കാൻ കാരണമായിട്ട് ഏത് രീതിയിലാണ് ഈ അധികൃതരുടെ വിശദീകരണം? കാരണം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ ആവശ്യപ്പെടാതെ ബന്ധപ്പെട്ടവർ അവിടെ എത്തിക്കില്ലല്ലോ. ഇതിനുശേഷം ഇങ്ങനെ മൂലക്കിടക്കാൻ കാരണമായിട്ട് എന്തൊക്കെയാണ് അവരുടെ ഒരു ന്യായീകരണം? തീർച്ചയായും ഔദ്യോഗികമായ ഒരു പ്രതികരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ആശുപത്രിയിൽ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇതിന് പ്രത്യേകം ഒരു റൂം സജ്ജീകരിക്കണം, അത്യാധുനിക നിലവാരത്തിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ അടക്കം ആ രീതിയിലുള്ള പവറുകളൊക്കെ തന്നെ ഇവിടെ അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ കേടുപാടുകൾ കൂടാതെ കാര്യക്ഷമമായി തന്നെ ഈ ഒരു എക്സ്റേ മെഷീൻ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഒരുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ 2 മാസങ്ങൾക്ക് ഇപ്പുറവും ഈ എക്സ്റേ മെഷീൻ ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കാതെ ഈ ഒരു ആശുപത്രിയുടെ ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പലതവണ രോഗികൾ പരാതിപ്പെടുന്നു, ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പരാതി പറയുന്നു. ഏറ്റവും ഉടൻ തന്നെ ഇത് സജ്ജീകരിക്കുമെന്നുള്ള ഒരു നിലപാടിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വയനാട് ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട അപകടമുണ്ടായാൽ ആദ്യം എത്തുന്ന കോഴിക്കോടാണ്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഒരു ദിവസം 10,000-ലധികം ആളുകൾ എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വാർത്തയിൽ നിറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ചികിത്സാ പിഴവ് അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോഴും അതൊക്കെ തന്നെ ഇത് കാര്യമായ സൗകര്യങ്ങളില്ല എന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിനെയെല്ലാം തന്നെ മറയാക്കുന്നു. ജീവനക്കാരുടെ ക്ഷാമമടക്കം പ്രശ്നമായി ഇവർ ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, കിട്ടിയ സൗകര്യങ്ങൾ പോലും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം കൂടിയാണ് രോഗികളുടെ ഭാഗത്തുനിന്നും ഇവിടെ എത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയ ആളുകൾ പോലും ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ ഏറെ സമയം കാത്തു നിൽക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷമൊക്കെ തന്നെ വരുന്നു. എന്തായാലും ശ്രദ്ധേയമായ ഒരു
നിരീക്ഷണം അരുൺ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങൾ, ചികിത്സാ പിഴവുകൾ, മതിയായ സൗകര്യമില്ലായ്മ, അവിടെയൊക്കെയും BJP നേതൃത്വം ആരോപിച്ച ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ബീച്ച് ആശുപത്രിയിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിക്കഴിഞ്ഞാലും സ്വകാര്യ വൻകിട ആശുപത്രികളെ സഹായിക്കുന്ന രീതിയിലേക്ക് ഇത്തരം മെഡിക്കൽ കോളേജുകളും സർക്കാർ സംവിധാനങ്ങളും മാറിക്കഴിഞ്ഞുവെന്ന ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലേക്ക് BJP പോയിരുന്നു. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അരുൺ പറഞ്ഞതുപോലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ അത്യാധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ എത്തിച്ചിട്ടും അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ സൗകര്യങ്ങൾ എത്തിക്കാൻ, അതിൻ്റെ ചികിത്സാ രീതികൾ എത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ആരോപണങ്ങൾ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണല്ലേ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരുപാട് ആളുകളാണ് ഈ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓരോ ദിവസവും നൽകുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി നമ്മൾ എത്തുമ്പോഴും ആക്സിഡൻ്റ് ആയിട്ടും അപകടങ്ങളിലൂടെ എല്ലാം തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതിലേറ്റവും പ്രാഥമികമായി എന്താണ് പറ്റിയതെന്ന് അറിയാനായി എക്സ്റേ സംവിധാനത്തിലേക്കാണ് ആദ്യം പോകേണ്ടി വരിക. പക്ഷേ അവിടെ എത്തുമ്പോൾ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ എക്സ്റേ മെഷീൻ ഇവിടെ പൂർണ്ണമായും നിശ്ചലമാകുന്നത്. കേടുപാടുകൾ മൂലം അത് എക്സ്റേ പ്രവർത്തിക്കുന്നില്ല, മറ്റ് സംവിധാനങ്ങളിലേക്ക് ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷമൊക്കെ തന്നെ വന്നിരുന്നു. അങ്ങനെ നിരന്തരമായി തലവേദന ഉണ്ടാക്കുന്ന ഒരു എക്സ്റേ മെഷീനാണ് നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത്. 10-ലധികം തവണയാണ് എക്സ്റേ മെഷീൻ ഇവിടെ പ്രവർത്തനരഹിതമായത്. അതിനുശേഷം വീണ്ടും നന്നാക്കി വീണ്ടും രോഗികൾക്കായി തുറന്നു കൊടുക്കുന്നു. പക്ഷേ ഇപ്പോഴും ഏതു സമയവും ഇത്തരത്തിൽ കാലപ്പഴക്കവും അതോടൊപ്പം തന്നെ സാങ്കേതിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഈ എക്സ്റേ മെഷീൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ തന്നെ പറയുന്ന പരാതി. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ അത്യാധുനിക നിലവാരത്തിലുള്ള ഈ എക്സ്റേ മെഷീൻ ഇവിടെ ഉപയോഗിക്കാത്തത്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭരണകർത്താക്കൾക്കെതിരെ ഉണ്ടായിരുന്നു. അത് ചികിത്സാ പിഴവാകട്ടെ, അതോടൊപ്പം തന്നെ ഈ രോഗികൾക്ക് മതിയായ സൗകര്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ. ആ ഒരു അനാസ്ഥയ്ക്ക് പിന്നിലും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്, ചില ദുരൂഹതകൾ ഉയരുകയാണ്. ഏതായാലും സാധാരണക്കാരായ രോഗികൾ മതിയായ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ അതിൻ്റെ നേർസാക്ഷ്യമാവുകയാണ് ഈ ദൃശ്യങ്ങളും വാർത്തയും. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.